നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് സ്ഥലം ഏറ്റെടുത്ത് 1 വർഷം കഴിഞ്ഞിട്ടും പരിസരവാസികൾക്ക് വഴി നഷ്ടപ്പെട്ടതുൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങളിൽ പരിഹാരം നീളുന്നതിൽ പ്രതിഷേധമുയരുന്നു. ഇന്ന് സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാരും സമരസമിതിയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രതിഷേധം അറിയിച്ചു. കഴിഞ്ഞ ദിവസം എയർപോർട്ട് അധികൃതർ പാലക്കാപ്പറമ്പ് ഭാഗത്ത് ചാലുകീറി ചുറ്റുമതിൽ കെട്ടാനെത്തിയപ്പോൾ നാട്ടുകാർ സംഘടിച്ച പ്രതിഷേധം അറിയിച്ചിരുന്നു. ഈ ഭാഗത്ത് മതിൽ കെട്ടിയാൽ പരിസരത്തെ 20ലേറെ വീടുകളിലേക്കും പാലക്കാപ്പറമ്പ് അങ്കണവാടിയിലേക്കും മറ്റുമുള്ള വഴി ഇല്ലാതാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. റോഡ് ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കെട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ 10-14 പെരക്കാർക്ക് അംഗനവാടിയൊക്കെ ഉണ്ട്, അതൊക്കെ വഴിയില്ലാതായി മാറും. അപ്പോൾ എയർപോർട്ട് വികസനമായിട്ട് റോഡ് പഞ്ചായത്ത് റോഡുണ്ട്, അത് കട്ടാകാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ആ ഓലെ എന്താ പറഞ്ഞ് ഞങ്ങൾക്ക് പറയാനുള്ളത്, വികസനത്തിന് ഞങ്ങൾ ആരും എതിരല്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു വികസനം നാടിന് ആവശ്യമില്ല. വിമാനത്താവള വികസനത്തിനായി ഭൂമിയും വീടും നൽകിയതിന്റെ പേരിൽ മനസമാധാനം നഷ്ടമായെന്നും വഴിയും മറ്റ് സൗകര്യങ്ങളും ഒരുക്കാതെ വഴി അനുവദിക്കില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. റൺവേ സുരക്ഷാ മേഖല ദീർഘിപ്പിക്കുന്നതിനായി സ്ഥലം ഏറ്റെടുത്തപ്പോൾ പരിസരവാസികൾക്ക് വഴി നഷ്ടപ്പെടുന്ന സാഹചര്യം നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. ആരെയും പ്രയാസപ്പെടുത്തില്ലെന്നും പകരം സംവിധാനം ഉണ്ടാക്കുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എയർപോർട്ട് അധികൃതരും സംയുക്തമായി സ്ഥലം പരിശോധിച്ച് പകരം റോഡ് നിർമ്മിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തു. അതിനുള്ള നടപടി പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ TV ഇബ്രാഹിം MLAക്ക് മറുപടിയും നൽകി. എന്നാൽ എയർപോർട്ട് അതോറിറ്റിക്ക് സ്ഥലം കൈമാറി 1 വർഷം കഴിഞ്ഞിട്ടും പരിസരവാസികളുടെ വഴി ഉൾപ്പെടെയുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി നീളുകയാണ്. ഭൂമി നൽകിയിട്ടുള്ള, വീട് നൽകിയിട്ടുള്ള ആളുകൾക്ക് അവർ കഴിഞ്ഞ കാലങ്ങളിൽ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡ് പൂർണ്ണമായി നഷ്ടപ്പെട്ടുകൊണ്ടാണ് എയർപോർട്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഏകദേശം 25ഓളം വീട്ടുകാർക്കും ഏകദേശം 40ലേറെ കുട്ടികൾ വരുന്ന അംഗനവാടിക്കും പൂർണ്ണമായി വഴി നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പുതിയ വികസനങ്ങളുമായി എയർപോർട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ എയർപോർട്ടിന് സ്ഥലം നൽകുന്ന സമയത്ത് ബന്ധപ്പെട്ട സർക്കാരും ഉദ്യോഗസ്ഥന്മാരുമൊക്കെ നിങ്ങൾ ഭൂമി നൽകിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭൂമിയിൽ നിങ്ങൾക്ക് വീടെടുക്കാൻ നിയമ തടസ്സങ്ങളില്ല, NOC ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സുഗമമാക്കി തരാമെന്ന് പറഞ്ഞ് വാക്ക് നൽകിയിട്ടാണ് ഭൂമി ഏറ്റെടുത്തത്. എന്നാൽ അത്തരം വാക്കുകളൊക്കെ പാലിക്കപ്പെടാതെ ഇന്ന് മുന്നോട്ട് പോവുകയാണ്. ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസീൽദാർ, വാലുവേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് ഇന്ന് സ്ഥലത്തെത്തിയത്. നാട്ടുകാർ ഉന്നയിച്ച കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗതാഗത വകുപ്പിന്റെ ഒരു റിക്വസിഷൻ വന്നിട്ടുണ്ട്, AS വന്നിട്ടുണ്ട്, സാങ്ഷൻ വന്നിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നും ഇത് സംബന്ധമായിട്ട് വന്നിട്ടില്ല. ഇനി റവന്യൂ ബില്ലാണ് വരാനുള്ളത്. അതുകൂടി വന്നു കഴിഞ്ഞാൽ ഈ ക്രോസ് റോഡ് ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. വരാനുള്ള ഈ ഓർഡറുകൾ വരണം, സാങ്ഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വരണം. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തീകരിക്കും. ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കും. ഇവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും ഇവിടെ മതിൽ കെട്ടുന്നത് തടസ്സപ്പെടുന്നുള്ള ഒരു പരാതി കിട്ടുന്ന അടിസ്ഥാനത്തിലും ഇവിടുത്തെ വാർഡ് മെമ്പർ എന്നെ വിളിച്ചു പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ സൈറ്റ് ഇൻസ്പെക്ഷന് വന്നത്. വിമാനത്താവള വികസനം ഒരു വശത്ത് നടക്കുമ്പോൾ പരിസരവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഞങ്ങളെ വഴിയും ഞങ്ങളെ വെളിച്ചം നഷ്ടപ്പെടും. ഞങ്ങളെ പോസ്റ്റ് 2 എയർപോർട്ടിൻ്റെ സ്ഥലത്താണുള്ളത്. അപ്പോൾ വഴി നഷ്ടപ്പെടും. അന്നേ ഞങ്ങൾ ഞങ്ങളെ വഴി നഷ്ടപ്പെടും എന്ന് പറഞ്ഞത് ബദൽ സംവിധാനം വന്നിട്ട് ഞങ്ങൾ എയർപോർട്ടിൻ്റെ പണി തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അവർ ചോദിക്കണത് പ്രൂഫ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ പറഞ്ഞതിന് പ്രൂഫ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 18ഓളം വീട്ടുകാരുണ്ടെന്നാണ് എൻ്റെ അറിവിൽ. അതേസമയം ക്രോസ് റോഡ് കഴിഞ്ഞ ദിവസം അടച്ചു. കൊണ്ടോട്ടിയിൽ നിന്ന് തിരൂരങ്ങാടി റോഡിലേക്ക് പ്രവേശിക്കാനുള്ള എളുപ്പ വഴിയാണ് ക്രോസ് റോഡ്. മുക്കൂട് ഭാഗത്തേക്ക് റൺവേയോട് ചേർന്ന് കടന്നു പോകുന്ന ക്രോസ് റോഡാണ് കഴിഞ്ഞ ദിവസം അടച്ചത്. വാഹന ഗതാഗതത്തിന് കൊണ്ടോട്ടിയിൽ നിന്ന് തിരൂരങ്ങാടി റോഡിലേക്ക് പ്രവേശിക്കാൻ കോടങ്ങാട് ചിറയിൽ വഴിയോ കൊണ്ടോട്ടി മേലങ്ങാടി വഴിയോ ഉപയോഗിക്കണം. Air1 ന്യൂസ്, കരിപ്പൂർ. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.